വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ അട്ടിമറിച്ച കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കുമെതിരെ ജനവികാരമുണർത്താൻ ബി.ജെ.പി. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്തെ 50% വരുന്ന വനിതകൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശമാണ് ബില്ല് പരാജയപ്പെടുത്തിയതോടെ പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയതെന്ന് ബി.ജെ.പി. പറയുന്നുണ്ട്. ലോക്സഭയിൽ ബില്ല് പരാജയപ്പെട്ടെങ്കിലും വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയെന്ന നിലപാടിൽ ബി.ജെ.പി. ഉറച്ചു നിൽക്കുകയാണ്. വനിതകളുടെ അവകാശങ്ങൾക്ക് തടയിട്ട കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കുമെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ബംഗാൾ, തമിഴ്നാട് സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വനിതാ സംവരണം നടപ്പാക്കുന്നതിൽ തങ്ങളുടെ നിലപാടെന്തെന്ന് പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് ഭരിക്കുന്ന DMK-യും ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസിനൊപ്പം നിന്നാണ് ബില്ലിനെ എതിർത്തത്. ഇരു സംസ്ഥാനങ്ങളിലും വനിതാ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിലും വലിയ പ്രചാരണായുധം ബി.ജെ.പിക്ക് കിട്ടാനില്ല. കോൺഗ്രസും സഖ്യകക്ഷികളും ബിൽ അവതരണ വേളയിൽ സ്വീകരിച്ച നിലപാട് രാജ്യം മുഴുവൻ കണ്ടതിനാൽ അവർക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ മാത്രമേ പറ്റൂ. മറുപടിയും വിശദീകരണവും നൽകുകയെന്നത് അസാധ്യമാകും. ലോക്സഭയിൽ ബില്ല് പരാജയപ്പെട്ടതിനു പിന്നാലെ പാർലമെന്റ് വളപ്പിൽ ബി.ജെ.പി. വനിതാ MLA-മാർ വനിതാ വിരോധികൾ എന്ന് വിളിച്ചാണ് പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ രാജ്യം മുഴുവൻ വ്യാപിക്കും. 100 കണക്കിന് സ്ത്രീകളെ അണിനിരത്തിയുള്ള പ്രതിഷേധങ്ങൾക്കും പ്രചാരണ പരിപാടികൾക്കും ഓരോ പ്രദേശങ്ങളും സാക്ഷ്യം വഹിക്കും. വനിതാ സംവരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇതിനെ എതിർക്കുന്നവരോട് രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വനിതാ സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണെന്നും രാജ്യത്തെ സ്ത്രീകൾ ഈ അപമാനം ഒരിക്കലും മറക്കില്ലെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും അഭിപ്രായപ്പെട്ടു.